അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹായം തേടിയതിനുള്ള തെളിവുണ്ടോ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ചോദിച്ചപ്പോ സഖാഫിന്റെ മറുപടി എന്താ? നമ്മൾ തമ്മിലുള്ള തർക്കയല്ലാണ്, നമ്മൾ തമ്മിലുള്ള തർക്കം മരിച്ചുപോയാരാണ്, ജീവിച്ചിരിക്കുന്ന കാലത്തുള്ള വിഷയം നമ്മളെ തർക്കത്തിൽ വരുന്നില്ല എന്നാണ് ആ സഖാഫി പറയുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അതൊക്കെ വേണ്ട, മരിച്ചതിന് ശേഷമാണ് റസൂലിനെ നമ്മൾ വിളിക്കണേ. വഫാത്തായതിനു ശേഷം റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ സഹായം പറയുമ്പോ സലാം പറയുമ്പോ അത് കേൾക്കുന്നില്ല തെളിവല്ല വേണ്ടത്, അതല്ല വേണ്ടത്. ഇതെന്താ വേണ്ടത്? ജീവിച്ചിരുന്ന കാലത്ത് വിളിച്ചിരുന്ന് കേട്ടിരുന്നോ എന്നുള്ളില്ല. നമ്മളെ തർക്കം അവിടെ അല്ലല്ലോ സഹോദര. വഫാത്തായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ പറ്റുമോ പറ്റൂലേ? അത് വിളിച്ചാ റസൂല് കേൾക്കോ കേൾക്കൂലേ? അതിന് സഹായിക്കാൻ കഴിയോ കഴിയില്ലേ? അതിന് തെളിവാണ് എന്നപ്പോ പറയാം. അതല്ല മരിച്ചിരുന്ന കാലത്ത് സഹാബത്ത് ചെയ്താ വിളിച്ചാൽ കേൾക്കോ കേൾക്കൂലേ? എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ? അത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, നിങ്ങൾ അത് മനസ്സിലാക്കണം. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചാൽ ആ വിളി ശിർക്കാണോ അല്ലേ? അത് റസൂലുള്ളാഹി കേൾക്കോ കേൾക്കൂലേ? റസൂലുള്ളാഹിക്ക് അതിന് മറുപടി പറയാൻ കഴിയോ കഴിയില്ലേ? ഇതാ നമ്മുടെ പ്രശ്നം. മൂപ്പര് വേറെ എന്തോ പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലത്ത് ആ സഹാബി ഇങ്ങനെ വിളിച്ചപ്പോ കേട്ടോ കേട്ടില്ലേ? അത് വേറൊരു ചർച്ചയാണ്, നമ്മളെ വിഷയത്തിൽ പെട്ടതേ അല്ല. തെളിവുണ്ടോ ഇല്ലേ എന്ന് മറ്റൊരു കാര്യം. സുന്നികളും മുജാഹിദും തമ്മിൽ തർക്കമുള്ള വിഷയത്തിൽ മർമ്മതല്ലല്ലോ. മരിച്ചുപോയവർ, നേരത്തെ നമ്മളെ മറ്റേ മൗലവി പറഞ്ഞില്ലേ, മരിച്ചുപോയവർ വിളിച്ച് സഹായം ചോദിക്കില്ല നമ്മളെ ചർച്ച. അത് കേൾക്കോ കേൾക്കൂലേ? കേൾക്കും, സഹായിക്കാൻ കഴിയും, ചെയ്യും. കേട്ടല്ലോ, അത് നമ്മൾ തമ്മിലുള്ള തർക്കയല്ലാന്ന് ആര് പറഞ്ഞു? അലവി സഖാഫിയുടെ പ്രസംഗിച്ചു. മുജാഹിദുകള് മറുപടി പറയാൻ നിൽക്കുന്നില്ല. കാരണം അലവി സഖാഫിക്ക് വളരെ മുമ്പേ തന്നെ പേരോട് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇപ്പൊ മുജാഹിദുകളും സുന്നികളും തമ്മിൽ തർക്കം മരിച്ചവരോട് സഹായം ചോദിക്കാമോ ചോദിച്ചുകൂടെ എന്നല്ലേ അല്ല. മുജാഹിദും സുന്നിയും തമ്മിലുള്ള തർക്കം അഭൗതികമായ മാർഗത്തിലൂടെ സഹായം പ്രതീക്ഷിച്ച് സഹായം ചോദിക്കാമോ ചോദിച്ചുകൂടെ എന്നാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർ എന്നൊരു വ്യത്യാസം മുജാഹിദുകൾ അവരെ പ്രസ്ഥാനത്തിൽ വെച്ചിട്ടേയില്ല. അവര് പറയുന്നത് അഭൗതികമായ, പല ഭാഷയും പറയും. ഇവിടെ പറഞ്ഞിങ്ങനെ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്, ബഹുദൈവാരാധനയാണ്. കേട്ടല്ലോ, ഞാൻ മറുപടി പറയേണ്ടതില്ലല്ലോ. ഇനി അലവി സഖാഫി പറയുന്നത് മരിച്ചവരോട് എന്നുള്ളതാണ് നമ്മളെ തർക്കം, ജീവിച്ചിരിക്കുന്നവരോടൊന്നുള്ള നമ്മളെ തർക്കമല്ല. പേരോട് പറയുന്നു ജീവിച്ചിരിക്കുക, മരിച്ചവരെയും ജീവിച്ചിരിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ഒരു തർക്കം തന്നെ അല്ല എന്നാണ്. അതല്ലേ അല്ല എന്നാണ് മൂപ്പര് പറയുന്നത്. പിന്നെയോ അത് ഭൗതികം അഭൗതികം എന്ന നിലയിലാണ് മൂപ്പര് പറയുന്നത്. പണ്ടാരോ പറഞ്ഞില്ലേ, എന്താണ് അഞ്ജനം എന്നാൽ എനിക്കറിയാം മഞ്ഞൾ പോലെ വെളുത്തിട്ടാണ്. അഞ്ജനും അറിയില്ല, മഞ്ഞളും അറിയില്ല, പ്രാർത്ഥന അറിയില്ല, ഇസ്തിഗാസ അറിയില്ല, സഹായം തേടലും അറിയില്ല. എന്താ സുന്നിയും മുജാഹിദും തമ്മിലുള്ള തർക്കം പോലും അറിയാത്ത സഖാഫിമാര് മുഖാമുഖത്തിന് വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതാ തോടന്നൂരി നമ്മൾ കണ്ടത്. അതാണ് തോടന്നൂരി നമ്മൾ കണ്ടത്. ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാനാകാതെ ചോദിച്ച ആളുകളെ വഷളാക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ ഇവർ ശ്രമം നടത്തിയത് അതുകൊണ്ടാണ്.